പ്രിയരെ നമസ്കാരം. ഞാനിപ്പോൾ ചങ്ങനാശ്ശേരിയല്ലേ, ചങ്ങനാശ്ശേരി അമര എന്ന് പറയുന്ന സ്ഥലത്തുള്ള ഒരു അതുല്യ നാടൻ പാട്ട് കലാകാരൻ്റെ മുന്നിലാണ് നിൽക്കുന്നത്. സുഭാഷ് അമര. ഞാനൊക്കെ കുട്ടനാട് കണ്ണകി എന്ന നാടൻ പാട്ട് സമിതി തുടങ്ങുന്നതിന് മുമ്പ് ഒരുപാട് പ്രചോദനമായ ഇവരൊക്കെ പാട്ടുകൾ ഒരുപാട് കേട്ടാണ് എനിക്കും അങ്ങനെ ഒരു സമിതി തുടങ്ങണമെന്ന് ആഗ്രഹം ഉണ്ടായത്. നമുക്ക് സുഭാഷിൻ്റെ വിശേഷങ്ങളിലേക്ക് എത്താം. സുഭാഷ് നമസ്കാരം. നമസ്കാരം. പ്രിയ പ്രേക്ഷകർക്ക് സുഭാഷിൻ്റെ വിശേഷങ്ങൾ അറിയിപ്പിക്കാൻ വേണ്ടി വന്നതാണ്. ഇപ്പം ഏത് സമിതി വർക്ക് ചെയ്തിരുന്നു? ഞാനിപ്പോൾ കഴിഞ്ഞ വർഷം ഓണാട്ടുകര ഓറ എന്ന് പറയുന്ന അനിലിൻ്റെ ടീമിലായിരുന്നു. ഇപ്പോൾ ഏകദേശം സീസണൊക്കെ കഴിഞ്ഞു. ഇനി അടുത്ത വർഷത്തെ ടീമിൻ്റെ ഇതെല്ലാം നടന്നുകൊണ്ടിരിക്കുന്നു. ഫോട്ടോഷൂട്ടും കാര്യങ്ങളൊക്കെ അടുത്തടുത്ത് വന്നുകൊണ്ടിരിക്കുന്നു. വീട്ടിൽ ഭാര്യയുണ്ട്, മൂത്ത ആൺകുട്ടിയാണ് ആദി മാധവൻ. ഇപ്പോൾ ഈ വർഷം 9ലേക്ക് ജയിച്ചിരിക്കുകയാണ്. അതുപോലെ ഇളയത് ദേവി സരള ഈ വർഷം 5ാം ക്ലാസ്സിലോട്ട് എത്തിയിരിക്കുകയാണ്. വെറൈറ്റി പേരാണ്. നാടൻ പാട്ടുകൾ എന്ന് പറയുമ്പോൾ കൃത്യമായി പറഞ്ഞാൽ വാമൊഴി വഴക്കങ്ങളിലൂടെ പകർന്നും ചുവന്നും കിട്ടിയ അലിഖിത ഭാഷാ സംസ്കാരത്തിൻ്റെ നമ്മുടെ എല്ലാം സംസ്കാരത്തിൻ്റെ പാട്ടുകളാണ് നാടൻ പാട്ടുകൾ. അതിപ്പോൾ തന്നെ ഇപ്പോൾ പാടുന്ന യൂട്യൂബ് പാട്ടുകാർക്കൊന്നും ഇതുവരെ അതിനെക്കുറിച്ച് തിരിച്ചറിവില്ല എന്നുള്ളതാണ് സത്യം. എങ്ങനെയാണ് നാടൻ പാട്ടുകൾ രൂപപ്പെട്ടു വന്നത്, ഇപ്പോൾ ഈ കാണുന്ന ലൈറ്റ് വിധാനങ്ങളും സൗണ്ട് വിധാനങ്ങളൊക്കെ എങ്ങനെ ഇപ്പോൾ സ്റ്റേജുകളിലെത്തി എന്നുള്ളതിനെക്കുറിച്ച് ഒരറിവും, അതായത് ഒരു പാട്ട് പാടണമെങ്കിൽ അതിനെക്കുറിച്ച് പറയുവാൻ പോലും തിരിച്ചറിവില്ലാത്ത പാട്ടുകാരാണിപ്പോൾ. അവരെ കുറ്റം പറഞ്ഞതല്ല, അവർക്കറിയില്ല. കുറ്റം പറയാനല്ല, സത്യത്തിൽ ഇപ്പം ഞാൻ പോലും നമ്മൾ സ്റ്റേജിൽ പാടുമ്പോൾ ഇന്ന പാട്ട് പാടണമെന്ന് പറയുമ്പോൾ ചിലപ്പോൾ ആ പാട്ടെ കുറിച്ച് സത്യം നമുക്ക് ചരിത്രങ്ങൾ അറിയത്തില്ല. എങ്കിലും നമ്മൾ നമ്മുടെ ഒരു ദൈവാധീനം കൊണ്ട് ഗുരുത്വം കൊണ്ട് നമ്മളത് അതിനെക്കുറിച്ച് അധികം വർണ്ണിച്ച് കുളവാക്കാതെ അങ്ങ് മുന്നോട്ട് പോകുന്നു. അവരെയും കുറ്റം പറയാൻ പറ്റില്ല. അതിനെക്കുറിച്ച് അവരും പഠിക്കുന്നില്ല എന്നുള്ളതാണ് കൃത്യമായിട്ട് പറഞ്ഞാൽ. ഓരോരോ പാട്ട് വരുന്നു, ആ പാട്ട് പാടുന്നു, അതിൻ്റെ കാലഘട്ടം കഴിയുന്നു, അടുത്ത പാട്ട് വരുന്നു. പക്ഷേ നേരത്തെയുള്ള പാട്ടുകൾ അങ്ങനെയല്ലായിരുന്നു. അത് കൃത്യമായി പറഞ്ഞാൽ യഥാർത്ഥ നാടൻ പാട്ടുകളായതുകൊണ്ട് ഇന്നും മലയാളത്തിൻ്റെ ജനഹൃദയങ്ങളിൽ അല്ലെങ്കിൽ ജനമനസ്സുകളിൽ ഇന്നും ആ പാട്ടുകൾ നല്ല ഉച്ചത്തിൽ പാടിക്കൊണ്ട് ഇന്നും ആ പാട്ട്, അതായത് തന്നാനെ ആദ്യമായി നവമാധ്യമങ്ങളിലൂടെ കുട്ടപ്പ സാറ് പാടിയ പാട്ടുകൾ തന്നാനേ താന ദിന തന്നാരം താന തന്നാനേ താന ദിന തന്നാരം താന ആദിയില്ലല്ലോ രന്തമില്ലല്ലോ ലക്കാലം പോലായുഗത്തിൽ ആദിയില്ലല്ലോ രന്തമില്ലല്ലോ ലക്കാലം പോലായുഗത്തിൽ ഇരുളുമില്ലല്ലോ വെളിവുമില്ലല്ലോ ലക്കാലം പോലായുഗത്തിൽ ഇരുളുമില്ലല്ലോ വെളിവുമില്ലല്ലോ ലക്കാലം പോലായുഗത്തിൽ റിയറയം റിയറയം തകറിയറിയറിയറിയറയം തന്നാനേ താന ദിന തന്നാരം താന തന്നാനേ താന ദിന തന്നാരം താന. ഇങ്ങനെയുള്ള പാട്ടുകളൊക്കെ ഇന്നും ജനഹൃദയങ്ങളിൽ. ഇപ്പോൾ ഏത് പുതിയ പാട്ടുകൾ വന്നാലും കൂടി വന്നാൽ ഒരു മാസം. അപ്പോൾ വേദികളിൽ നിറഞ്ഞാടുന്ന വേദികളിലെ സുഭാഷ് കൂടുതലും അടിച്ചു പിടിക്കുന്ന പാട്ട് ഏതാ? കൂടുതലും പാട്ടുകൾ തനത് പാട്ടുകൾ തന്നെയാണ് ഞാൻ പാടാറുള്ളത്. പിന്നെ അത്യാവശ്യം ആരെങ്കിലുമൊക്കെ ചോദിക്കുകയാണെങ്കിൽ നമ്മൾ ഈ കല്യാണ പരിപാടികളിലോ അങ്ങനെയുള്ള പരിപാടിക്കാണ് സാധാരണ ഈ അടിച്ചുപൊളി പാട്ടുകളൊക്കെ പാടാൻ നമ്മളോട് പറയുന്നത്. കാരണം മറ്റ് സ്റ്റേജ് പ്രോഗ്രാമിൽ നമ്മൾ തനത് പാട്ടാണ് പാടിക്കൊണ്ടിരിക്കുന്നത്. എങ്കിലും അവർ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ പുതിയ പാട്ടുകൾ ഇപ്പോഴത്തെ ട്രെൻഡിനൊപ്പം നമ്മളും സഞ്ചരിക്കേണ്ടി വരും. ഒന്നാം നല്ലൊരിളം കവുങ്ങേ ഇളവിരി ചാടണ പാൽക്കവുങ്ങിൻ തല പൂത്ത പിന്നെ പൂവൊന്നും നമ്മൾ കാണൂല മലയാളി മൊഞ്ചുള്ള പെണ്ണാണേ മാപ്പിളപ്പാട്ടിൻ്റെ ശീലാണ് ഞാനും കൊതിക്കണ പൂവാണ് അവള് തെക്കേലെ പാത്തൂൻ്റെ മോളാണേ ഒന്നാം നല്ലൊരിളം കവുങ്ങേ ഇളവിരി ചാടണ പാൽക്കവുങ്ങിൻ തല പൂത്ത പിന്നെ പൂവൊന്നും നമ്മൾ കാണൂല. സുഭാഷ് പാടിയപ്പോൾ ഒരു പ്രത്യേകത എന്താ അറിയാമോ? അതായത് ആ പാട്ട് പാടിയെങ്കിലും എല്ലാവരും പാടുന്ന പാട്ടാണ്, പലരും പാടുന്നുണ്ട്, അതിനെ കുറ്റപ്പെടുത്തുന്നില്ല. പക്ഷേ പാടിയപ്പോഴും സംഗീതപരമായിട്ടും ഓരോ വാക്കുകളും അക്ഷരസ്ഫുടത അല്ലേ, അത് കേട്ടപ്പോൾ തന്നെ ഒരു പ്രത്യേക സുഖമുണ്ടായി. അപ്പം സുഭാഷ്
നമുക്ക് ഞാൻ വന്നത് സുഭാഷിൻ്റെ തനത് പാട്ട് ആണ് നമുക്ക് മെയിനായിട്ട് വേണ്ടത്. പ്രേക്ഷകർക്ക് വേണ്ടി ഒരു തനത് പാട്ട് പാടാമോ? ഇപ്പോൾ ഒരു കാര്യം കൂടെ ഞാൻ കുറച്ച് കാര്യം കൂടെ പറയാം. ആദ്യകാലങ്ങളിൽ ശ്രീജയ കുട്ടപ്പ സാറുമായിട്ട് ഞങ്ങളൊക്കെ ഒരുപാട് പ്രോഗ്രാമുകൾ വേദികളിൽ ഞാൻ സാറിനൊപ്പം, എനിക്കൊപ്പമല്ല സാറിനൊപ്പം പല വേദികൾ പങ്കിട്ടിട്ടുണ്ട്. സർഗോത്സവം പോലെ 2009 കാലഘട്ടത്തിൽ തിരുവനന്തപുരത്ത് വെച്ച് നടന്ന സർഗോത്സവത്തിൽ ഞങ്ങളെല്ലാം പങ്കെടുത്തിട്ടുണ്ട്. അതിൽ 10-70 കലാകാരന്മാരെ ഞങ്ങൾ സാറ് കോർത്തിണക്കിക്കൊണ്ടാണ് ഞങ്ങൾ ആ പ്രോഗ്രാം ചെയ്തത്. അതായത് നമ്മുടെ കേരളത്തിനെ പ്രതിനിധീകരിച്ചുകൊണ്ട് സാറാണ് ആ പ്രോഗ്രാം അന്ന് ചെയ്തത്. അതിൽ കാളകളി, മുടിയാട്ടം, മാനാട്ടം, മയിലാട്ടം എന്ന് വേണ്ട നമ്മുടെ ഈ കലാരൂപങ്ങൾ നമുക്ക് കൃത്യമായ കലാരൂപങ്ങൾ മാത്രം ചേർത്തുകൊണ്ട് ആ പ്രോഗ്രാമിൽ എനിക്കും പങ്കെടുക്കാൻ കഴിഞ്ഞത് വളരെ ഏറെ സന്തോഷം. ഒത്തിരി കലാകാരന്മാരെ പരിചയപ്പെടാൻ കഴിഞ്ഞു. നമ്മുടെ മരം വായിക്കുന്നു ചെലഞ്ചാന്, അതുപോലെ തന്നെ ഉമ്പിടി ഓമനക്കുട്ടൻ ചേട്ടന്, രാമേന്ദ്രൻ ചേട്ടന്, അതുപോലെ തന്നെ നമ്മുടെ ബുധനൂർ രായൻചാന്, സുനില, എൻ്റെ ആശാനൂടായ സുനിൽ അമര, ശ്രീദേവി ചേച്ചി, ഓമന ചേച്ചി എന്ന് വേണ്ട ഒട്ടനവധി കലാകാരൻ, ആ ഇടയ്ക്ക് സുനിൽ പാലി, അങ്ങനെ ഒട്ടനവധി വിനോജ്, അങ്ങനെ ഒട്ടനവധി കലാകാരന്മാരെ ചേർത്തുകൊണ്ടായിരുന്നു ആ പ്രോഗ്രാം നടന്നത്. അത് എനിക്ക് ഏറെ ഇന്നും മറക്കാൻ കഴിയാത്ത ഒരു പ്രോഗ്രാമായി എൻ്റെ മനസ്സിൽ ഇന്നും അത് മനസ്സിലുണ്ടാവും. അത് തന്നെ, അത് പ്രോഗ്രാമുകളിലൂടെ ഒരു സ്റ്റേജിൽ നിന്ന് ഒരു സ്റ്റേജിലോട്ട് വീട്ടിൽ പോലും വരാതെ ഒരു സ്റ്റേജിലോട്ട് ഓടുന്ന കാലഘട്ടമായിരുന്നു ആ സമയത്ത്. മഴ പിന്നെ തുടങ്ങിയല്ലേ? മഴയാണ്, അതാണ് ഇത്. ഇപ്പം മഴയത്താണ് ഞങ്ങളിവിടെ നമുക്ക് സുഭാഷ് അമരയുടെ ഒരു തനത് നാടൻ പാട്ട് കേൾക്കാം. ഓക്കെ. ചെക്കനുദിക്കും മുമ്പേ തെയ്യം താര, ചെമ്പട്ടു വീശും മുമ്പേ തെയ്യം താര, ചെമ്പാവും പാടത്ത് ചാത്തനും നീലിയും വെക്കം നടന്നേ തെയ്യം താര, തകതാര തകതിമി താര തകതിമി താര തകതിമി തോ, തകതാര തകതിമി താര തകതിമി താര തകതിമി തോ. പുട്ടിലൂറും ഭരിച്ച തെയ്യം താര, വട്ടിവാലം പിരിഞ്ഞ തെയ്യം താര, തകതാര താര, കയ്യോടു കയ്യിലും ചുറ്റി നടന്നേ തമ്പ്രാം പാടിക്കലോളം തെയ്യം താര, തകതാര തകതിമി താര തകതിമി താര തകതിമി തോ, തകതാര തകതിമി താര തകതിമി താര തകതിമി തോ. എരാരീരോ എരേരി
ഏരേരി ഏരാരീരോ മലിമാട മുറിഞ്ഞ് തെയ്യം താര ചെരിക്കലം മൂടിഞ്ഞ് തെയ്യം താര തകതാര താര മടത്തിലെന്തുണ്ടോ കാച്ചിക്കൂടിക്കാനായി കഞ്ഞിക്കാരീടാത്തി തെയ്യം താര തകതാര തകതിമി താര തകതിമി താര തകതിമി തോ തകതാര തകതിമി താര തകതിമി താര തകതിമി തോ ഏരേരി 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 ഏരോ ഏരേരി ഏരേരി ഏരാരീരോ ഏരേരി 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 ഏരോ ഏരേരി ഏരേരി ഏരാരീരോ ഏരേരി ഏരേരി ഏരാരീരോ. സുഭാഷ്, ഞാനതിന്ന് കെട്ടിപ്പിടിച്ചോട്ടെ. എന്താ പാട്ട്? എന്ത് മനോഹരമായിട്ടാണ് പാടിയത്. വളരെ ഗംഭീരമായിട്ട്. അതോ എന്തോ ഫീലാണ്. എന്താണെന്നറിയോ, ഞങ്ങളൊക്കെ വർഷങ്ങൾ 27 വർഷങ്ങളായി ഈ നാടൻ പാട്ടുകൾ പാടാൻ തുടങ്ങിയിട്ട്. ഞാനത് ക്യാമറ പിടിച്ചിട്ടേ എനിക്ക് വിട്ടൊക്കെ പോണെന്തറിയോ, ഞാനതിലോട്ട് ലയിച്ചിട്ടേ. അപ്പം ഇത് പ്രിയപ്പെട്ട പ്രേക്ഷകർ സ്നേഹത്തോടെ സ്വീകരിക്കും, നെഞ്ചിലേറ്റും ഈ പാട്ട്, സുഭാഷിൻ്റെ പാട്ട്. പിന്നെ എനിക്കൊരു വിഷമം എന്ന് പറഞ്ഞാൽ ഞാനൊരു 3-4 വർഷമായിട്ട് സുഭാഷിനെ കുട്ടനാട് കടലിലേക്ക് വിളിച്ചുകൊണ്ടിരിക്കുന്നതാണ്. പക്ഷേ സുഭാഷ് അതിനു മുമ്പ് ഏതെങ്കിലും സമിതിയിൽ അങ്ങ് എഗ്രിമെൻ്റ് ആകും. പിന്നെ ഇങ്ങനെ എൻ്റെ ഗണപതിയുടെ കല്യാണം പോലെ നീണ്ടു പോവുകയാണ്. അത് കുഴപ്പമില്ല, അടുത്ത സീസണിൽ നമുക്കൊന്ന് ഒന്നിക്കാം. ഓക്കെ. അപ്പം സുഭാഷിൻ്റെ ഈ പാട്ട് പ്രിയ പ്രേക്ഷകർ സ്വീകരിക്കണം, മാക്സിമം സപ്പോർട്ട് ചെയ്യണം. ഒരു പറഞ്ഞു എന്നെ ഈ പാട്ടുവേദിയിലേക്ക് എത്തിച്ചത്, ഞങ്ങൾക്കിവിടെ ഒരു ഗ്രൂപ്പ് ഉണ്ടായിരുന്നു, ആദ്യർ അമര. അതിൻ്റെ തലയാള് സുനിൽ അമരയായിരുന്നു. അതുപോലെ തന്നെ ഈ കോട്ടയം ജില്ലയിൽ ഇപ്പോൾ പാടുന്ന കുട്ടികൾ, അതായത് കൂട്ടുകാർ, നമ്മുടെ കൂട്ടുകാർ, ചേട്ടന്മാർ എല്ലാവരും ഈ ഒരു സമിതിയിൽ നിന്നാണ് പാട്ട് പഠിച്ച് മറ്റുള്ള സമിതിയിലേക്ക് എത്തിയിട്ടുള്ളത്. അവർക്കൊന്ന് തിരിഞ്ഞുനോട്ടം വേണം എന്നുള്ളതാണ് പ്രത്യേകത. കാരണം പാട്ടുകൾ പാടുമ്പോൾ എവിടെ നിന്ന് തുടങ്ങിയോ അവിടെ തന്നെ വന്ന് ചേരണം എന്നുള്ളതാണ് എൻ്റെ ആഗ്രഹം. നല്ലൊരു, അതാണ് ഒരു കലാകാരനെ വേണ്ടത്. ആ സമിതിയോട് നമ്മുടെ പ്രസ്ഥാനം, നമ്മുടെ തുടക്കം, നമ്മുടെ കളരി അത് മറക്കാൻ പാടില്ല. അപ്പം ഒരുപാട് സന്തോഷം വരാൻ സാധിച്ചതിൽ. ഈ മഴയാണെങ്കിലും ഇനിയും മഴ തന്നെ പോകണം. അറിയാലോ, എൻ്റെ യാത്ര മാത്രം ബൈക്കിലാണ്, ഷൂട്ട് ചെയ്യാൻ പോകണം. നമ്മൾ സാധാരണക്കാരനാണ്. അപ്പോൾ ദൈവം അനുഗ്രഹിക്കട്ടെ. ഓക്കെ.